2025 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന USS എക്സാമിനേഷന് GK ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ഉർവശിക്കും ഡാഷിനുമായിരുന്നു. അതായത് 2024 മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് 2 പേർക്കാണ് ലഭിച്ചത്. അതിൽ ഒരാൾ ഉർവശിയാണ്, മറ്റേ ആൾ ആരെന്ന ചോദ്യം. ആൻസർ ബീന ആർ ചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉസ്താദ് സാക്കി ഹുസൈൻ 2024 അന്തരിച്ചു. അദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഏതാണ്? അദ്ദേഹം ഒരു തബല വിദ്വാനായിരുന്നു അല്ലേ? ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിൽ മനം നൊന്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കവിത ഏതാണ്? രമണൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? അശോകൻ ചെരുവിൽ. ആർക്കാണ്? അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഏത് വർഷത്തെ? 2024. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ലോസ് ആഞ്ചലസ്. എവിടെയാണ്? ലോസ് ആഞ്ചലസിൽ വച്ചിട്ടാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോയിലുള്ള മൃഗം ഏത്? സിംഹം. മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോയിൽ സിംഹം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചേർന്ന് വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തത് ഏത് നവോത്ഥാന നായകൻ്റെ സ്മാരകമാണ്? ആൻസർ EV രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, മാതാപിതാക്കളിൽ ആരെങ്കിലും മരിക്കുകയോ ജീവിച്ചിരിക്കുന്നവർക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ സ്നേഹപൂർവം. എന്താണ്? സ്നേഹപൂർവം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് കേട്ടോ. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന്? ആൻസർ 4ാമത്തെ. അപ്പോൾ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ മൊത്തം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 5 രാജ്യങ്ങളാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മൊത്തം 5 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? USA ഉണ്ട്, അമേരിക്ക, പിന്നെ റഷ്യ, ചൈന, 4ാമത്തത് നമ്മുടെ ഇന്ത്യ, പിന്നെ ഉള്ളത് ജപ്പാൻ. ജപ്പാനാണ് 5ാമത്തെ രാജ്യം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം എന്നുള്ള പദവി ജപ്പാനാണ്. 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്ക് മുമ്പ് 3 രാജ്യങ്ങൾ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. അതേതൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉജ്ജ്വല ശബ്ദാഠ്യൻ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? ആൻസർ കൂടിയാട്ടം. ഏതാണ്? കൂടിയാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് അല്ലേ? യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, PK കാളൻ ഏത് രംഗത്തെ പ്രശസ്തനാണ്? ഏത് രംഗത്താണ്? അദ്ദേഹം ഗദ്ദിക കലാകാരനാണ്. PK കാളൻ ഗദ്ദിക കലാകാരൻ. തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപം ഏതാണ്? പടയണി. തപ്പാണ് പടയണിയിലെ പ്രധാന വാദ്യോപകരണം. 4-5 എന്ന പദം വിഗ്രഹിച്ചാൽ എങ്ങനെ വരും? 4 5. ഇത് പല രീതിയിൽ ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ചോദിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, 4-5 അല്ലെങ്കിൽ 3-4 ഇതൊക്കെ വിഗ്രഹിക്കാൻ പറഞ്ഞാൽ 4 5 അല്ലെങ്കിൽ 3 4 അങ്ങനെ വേണം കേട്ടോ. 2025 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെ വെച്ചാ? ഉത്തരാഖണ്ഡിൽ വെച്ച്. എവിടെ വെച്ചാണ്? ഉത്തരാഖണ്ഡിൽ. എത്രാമത്തെ ഗെയിംസ് ആണത്? 38ാമത് ദേശീയ ഗെയിംസ് ആണ്. 2025 ജാനുവരിയിലായിരുന്നു ഇത് നടന്നത്. അതിൻ്റെ ഭാഗ്യചിഹ്നം, ഈ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി എന്ന മൊണാൽ. മൊണാൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്, ഒരിനം പക്ഷിയാണ്. ഉത്തരാഖണ്ഡിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മൊണാൽ എന്ന് പറയുന്നത്. ആ മൊണാൽ എന്ന് പറഞ്ഞ പക്ഷിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് മൗലി. അപ്പോൾ മൗലി എന്ന മൊണാൽ എന്ന പക്ഷിയാണ് ഈ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഇനി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമി. ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. ISROയുടെ 100ാമത് വിക്ഷേപണ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? NVS 02. ISROയുടെ 100ാമത് വിക്ഷേപണ ഉപഗ്രഹത്തിൻ്റെ പേര് NVS 02 എന്നാണ്. ഇതെന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29-നാണ്. 2025 ജനുവരി 29-ന് ISRO വിക്ഷേപിച്ച 100ാമത്തെ ദൗത്യമാണ് NVS 02. ഇതെവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് അറിയാമോ? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ശ്രീഹരിക്കോട്ടയിലെ
ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത് GSLV F-15 ആണ്. അതായത് ഈ NVS-02 എന്ന് പറഞ്ഞ ഉപഗ്രഹത്തിന് നമ്മുടെ മുകളിലേക്ക് കൊണ്ടുപോയ ആ വെഹിക്കിൾ, ആ ലോഞ്ചിങ് വെഹിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ആ റോക്കറ്റിൻ്റെ പേര് എന്താണ്? GSLV F-15 എന്നായിരുന്നു. ISROയുടെ 100ാമത് ദൗത്യവും 2025 ആദ്യത്തെ വിക്ഷേപണ ദൗത്യവുമാണ് ഈ NVS-02 എന്ന് പറയുന്നത്. എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആയിരുന്നു. ഡോക്ടർ വി നാരായണൻ. മുന്നേ ആരായിരുന്നു? ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. ആർക്കാണ്? NS മാധവന്. അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. എന്നാൽ ഈ NS മാധവൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതി, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കൃതിയാണ് ഹിഗിറ്റ. ഏതാണ്? ഹിഗിറ്റ. പത്മഭൂഷൺ ലഭിച്ച ആദ്യ ഹോക്കി താരം ആരാണ്? ധ്യാൻചന്ദ്. പത്മഭൂഷൺ ലഭിച്ച ആദ്യത്തെ ഹോക്കി താരമാണ് ധ്യാൻചന്ദ്. എന്നാൽ 2025 പത്മഭൂഷൺ ലഭിച്ച ഹോക്കി താരം ആര്? അതായത് 2025 രണ്ടാമത് പത്മഭൂഷൺ ലഭിച്ച ഹോക്കി താരം. ധ്യാൻചന്ദിന് ശേഷം പത്മഭൂഷൺ ലഭിച്ച ഹോക്കി താരം ആര്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? PR ശ്രീജേഷ്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? K അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിനാണ് ഈ ഒരു അവാർഡ് ലഭ്യമായത്. അടുത്തത് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? D ഗുഗേഷ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് D ഗുഗേഷ്. ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര.